വാൻഹായ് 503 കപ്പലിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം മൂന്നാം ദിവസവും തുടരുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ദൗത്യം തുടർന്നെങ്കിലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത്. അതേസമയം കാണാതായ 4 പേർക്കായുള്ള തെരച്ചിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. അർച്ചന നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. നോക്കാം ഏത് തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ നടത്തുന്നതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഈ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ആളിക്കത്തുകയാണ് തീ എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ വലിയ ശ്രമങ്ങളാണ് കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ നടത്തിയത് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ. പക്ഷേ സാധിച്ചില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്? മനു, ഗുഡ് മോർണിംഗ്. തിങ്കളാഴ്ചയാണ് ഈ ചരക്ക് കപ്പലിന് തീ പിടിച്ചത്. ഇപ്പോൾ 3 ദിവസം പിന്നിടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഇതുവരെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ്. ഇന്നലെ രാത്രി മുഴുവൻ കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നെങ്കിലും രാവിലെയും തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളി പടരുന്നില്ലെങ്കിൽ പോലും മറ്റ് കണ്ടെയ്നറുകൾക്ക് തീ പടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനമായും കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയും പറയുന്ന വെല്ലുവിളി. കാരണം ഇത്തരത്തിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റ് കണ്ടെയ്നറുകൾ കൂടി ഇത്തരത്തിൽ തീ പടരുന്നത്. മാത്രമല്ല പൊട്ടിത്തെറി അടക്കം ഈ കപ്പലിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ കപ്പലിൽ നിന്നും കൂടുതൽ കണ്ടെയ്നറുകൾ പുറത്തേക്ക് കടലിലേക്ക് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിന് ഇതുവരെ കപ്പലിലേക്ക് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു തടസ്സമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് അകലെ നിന്നാണ് ഇത്തരത്തിൽ അടിക്കുന്നത്. 4 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് കപ്പലിലേക്ക് വെള്ളം അടിക്കുന്നത്. അതുകൂടാതെ കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുങ്ങാനുള്ള ഒരു സാധ്യത, അത്തരത്തിൽ ചരിവടക്കം ഇപ്പോൾ ചരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുങ്ങാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. അതുകൂടി കണ്ടിട്ടാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഈ തീവ്ര ശ്രമം ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ രാത്രി മുഴുവനും ഇത്തരത്തിൽ പുലർച്ചെ വരെ ഇത്തരത്തിൽ ഈ ദൗത്യം നീണ്ടിരുന്നു. 3 കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകളാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഒന്ന് സച്ചേത്, മറ്റൊന്ന് സമുദ്രപ്രഹരി തുടങ്ങിയ 3 കപ്പലുകളും ഒപ്പം നേവിയുടെ കപ്പലും സമീപത്തായി ഉണ്ട്. നിലവിൽ ഹൈ പ്രഷറിലാണ് ഇപ്പോൾ വെള്ളം അടിക്കുന്നത്. ഇതുകൂടാതെ കൂടുതൽ വെള്ളം ഒരു ഭാഗത്ത് നിന്ന് അടിക്കുമ്പോൾ കപ്പൽ ചരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം മുൻകരുതലെല്ലാം തന്നെ എടുത്തിട്ടാണ് ഇവർ ഈ തീവ്ര ശ്രമം തുടരുന്നത്. പ്രധാനമായും ഇതിൽ രാസവസ്തുക്കളാണ്, കീടനാശിനികളാണ്. ഇതെല്ലാം തന്നെ വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധിയായി മുന്നിലുള്ളത്. 650ഓളം കണ്ടെയ്നറുകളാണ് ഇതിലുള്ളത്. ഇതിൽ ക്ലാസുകളായിട്ടാണ് ഇത്തരത്തിൽ രാസലഹരികൾ ഉള്ളത്. ഇതെല്ലാം വലിയ വെല്ലുവിളിയാകും, പ്രത്യാഘാതങ്ങളാകും എന്നതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെ വ്യക്തതയില്ല. കാരണം ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരം ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന തുടങ്ങിയ വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായുമുള്ള ദൗത്യം തീ നിയന്ത്രണ വിധേയമാക്കുക എന്നാണ്. അത് ഇന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒന്ന് പ്രധാനമായും ഈ തീ നിയന്ത്രണ വിധേയമാക്കുക, ഒപ്പം കപ്പൽ ചരിയാതെ അതെങ്ങനെയെങ്കിലും ഇത്തരത്തിൽ അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കോസ്റ്റ് ഗാർഡിൻ്റെ മുന്നിലുള്ളത്. എന്തായാലും വരും മണിക്കൂറിലും ഇത്തരത്തിൽ തീവ്രമായ ഈ ദൗത്യം തുടരാൻ തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ തീരുമാനം. കൂടുതൽ കപ്പൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പുറംകാട്ടിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. എന്തായാലും ഇപ്പോൾ 4 പേർ ഈ അപകട പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായിട്ട് 3 ദിവസമാകുന്നു. 4 പേരെ അതിൽ കാണാതായ ഒരു സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, കാരണം ഇത്രയും ദിവസമാകുന്നു, ആഴക്കടലാണ്, ചുറ്റും ഈ രാസവസ്തുക്കൾ ഇങ്ങനെ തീ കത്തി വലിയ പുകയും മലിനീകരണവും ഒക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവരെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടി നമ്മുടെ മുൻപിലുണ്ട്. തീർച്ചയായും മനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കോസ്റ്റ് ഗാർഡിനോ നേവിക്കോ ഇതുവരെ കപ്പലിലേക്ക് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ കപ്പലിനകത്താണോ അല്ലെങ്കിൽ പുറത്തേക്ക്, അതായത് കടലിലേക്ക് ചാടിയിരുന്നു എന്നൊന്നും ഇതുവരെ ഈ ഘട്ടത്തിൽ വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അവർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. നേവിയുടെ വിമാനമടക്കം സമീപത്തുണ്ട്. അതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ദുഃഖകരമായ വാർത്ത തന്നെയാണ്. അതേസമയം ഈ 21 പേരിൽ ഈ രക്ഷപ്പെടുത്തിയ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്, മറ്റുള്ളവരും ചികിത്സയിലാണ്. എന്തായാലും ഈ 4 പേർക്കുള്ള തിരച്ചിൽ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ കപ്പലിനെ അടുത്തേക്ക് എത്താനോ എന്താണ് സാഹചര്യമെന്ന് വിലയിരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ പോലും വലിയ രീതിയിൽ പുക സമീപത്തായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ വെല്ലുവിളിയാണ്. കണ്ടെയ്നർ ഇത്തരത്തിൽ ഈ കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നർ തട്ടി ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിന് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നത്. എന്തായാലും ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോഴും കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്
എന്നുള്ളത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇന്നലെ രാത്രിയോളം ഈ ദൗത്യം തുടർന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഇതിന്റെ തീവ്രത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. കാരണം ഈ 3 ദിവസം കഴിഞ്ഞിട്ടും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല ഈ കണ്ടെയ്നർ കപ്പൽ ചെരിഞ്ഞാൽ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തും. എന്തായാലും ഇത് കേരള തീരത്തേക്ക് എത്തുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അടക്കം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ, ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വലിയ രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഇതിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത. ഓരോ ഘട്ടം കഴിയുമ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ കൂടുതൽ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും രാസവസ്തുക്കൾ അടങ്ങിയ ഈ കണ്ടെയ്നറുകൾ 650ഓളം ഉണ്ട്. ഇതിൽ നിരവധിയായ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ കേരള തീരത്ത് എത്തുമോ എന്ന ആശങ്ക അടക്കം മുന്നിലുണ്ട്. അതേസമയം തന്നെ ഈ 4 പേർക്കായുള്ള തെരച്ചിൽ അതുകൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ ദൗത്യം തന്നെയാണ് ഈ 3-ാം ദിവസവും നടക്കുന്നത്. വലിയ ദൗത്യം തന്നെയാണ്. നമ്മളിങ്ങനെ ആശങ്കയോടെ കാത്തിരിക്കുകയാണ് തീ അണച്ചു എന്ന വാർത്ത കേൾക്കാനായിട്ട്. കാരണം നമ്മുടെ അധികാരപരിധിയിൽ അല്ലെങ്കിൽ പോലും അവിടുന്ന് കണ്ടെയ്നറുകൾ അത് കടലിലേക്ക് കൂടുതൽ മറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ മലബാർ തീരങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്താനുള്ള സാധ്യതകളൊക്കെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം വിജയം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. അർച്ചന പറഞ്ഞതുപോലെ ഒപ്പം തന്നെ ഏത് നാട്ടുകാരായെങ്കിലും 4 മനുഷ്യർ കൂടി അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അവരുടെ സാഹചര്യം എന്താണെന്ന് നമുക്ക് ഇതുവരെ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ രക്ഷിക്കുക എന്നതിനും വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം അല്ലെങ്കിൽ വളരെ ഗൗരവതരമായ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കപ്പലിനടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഇതിങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുകയാണ് ഈ വലിയ തീപിടുത്തത്തിൽ. കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നുണ്ട്, സ്ഫോടനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ വെല്ലുവിളികൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്.